ഞാൻ ഷാനിബിലേക്ക് വരുന്നത്. ഷാനിബിലേക്ക് അവസാനം വരുന്നത് ക്ഷമിക്കുക ഷാനിബ്, കാരണം ഈ ഒരു ചർച്ചയുടെ ഒരു ആകത്തുക എന്ന് പറയുന്നത് അത് CPM പറയുന്നത് പോലെ നവീൻ ബാബു PP ദിവ്യ വിഷയവുമായിട്ട് താരതമ്യപ്പെടുത്തേണ്ട കാര്യമല്ല. അതല്ല ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് കോൺഗ്രസിനകത്തുനിന്ന് ഒന്നുമില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക, അതല്ലെങ്കിൽ ഒരു പക്ഷേ AK ഷാനിബിനെയൊക്കെ പോലെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് കടക്കേണ്ടി വരിക, ആ തരത്തിലുള്ള ചില കോക്കസുകൾ, ചില ടാർഗറ്റിംഗ് കാര്യങ്ങൾ നടക്കുമ്പോൾ പാർട്ടി സംരക്ഷിക്കാതിരിക്കുന്ന സമയത്ത് നിസ്സഹായരായി പോകുന്ന പ്രവർത്തകരുടെ അതാണ് പ്രതിഫലിക്കുന്നത് എന്ന രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ മാറേണ്ടി വരുന്നു. അപ്പോഴും ഇത് ഇനി ഉയർന്ന് കേൾക്കുകയില്ല, കാരണം ഇതിനകത്തിന് രാഷ്ട്രീയം മാത്രമേ അവശേഷിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഷാനിബ് ഇതിനെ കാണുന്നത്? തീർച്ചയായും ഇപ്പോ സഖാവ് അരുൺകുമാർ സഖാവ് വളരെ വിശദമായി തന്നെ പാർട്ടി നിലപാട് വളരെ കൃത്യമായി പറഞ്ഞു. അതുകൊണ്ട് എന്നിലേക്ക് വരാൻ വൈകിയതിൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോ ഈ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം നിങ്ങൾ നോക്കും. നമ്മൾ എപ്പോഴാണ് ഈ ചർച്ച ചെയ്യുന്നത്? അല്ല ഷാനിബ്, ഞാൻ ഒന്നുകൂടെ പറയട്ടെ. CPM-ന്റെ നിലപാട് ശ്രീ K അനിൽകുമാർ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഷാനിബ് CPM ആണെങ്കിൽ പോലും ഞാൻ ചോദിക്കുന്ന ഒരു മുൻ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന രീതിയിൽ ഇതിനകത്ത് കൂടുതൽ വൈകാരികത, ആ കത്തിനകത്ത് ഉള്ള ഒരു വിലാപമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും, കൂടുതൽ പറയാനുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അത് തന്നെയാണ് ഞാൻ പറയാൻ വരുന്നത്. ഒരു മനുഷ്യായുസ് മുഴുവൻ നമ്മൾ പറയാറുണ്ട്, ജീവന്റെ അവസാന ശ്വാസം വരെ എന്ന് നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ തന്റെ അവസാന ശ്വാസം വരെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ, തന്റെ പേരക്കുട്ടികളോടൊപ്പം തന്റെ മക്കളോടൊപ്പം ഇനിയുള്ള ജീവിതം മുഴുവൻ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ, അതിനുവേണ്ടി അവസാനത്തെ പോരാട്ടവും നടത്തിയ ഒരു മനുഷ്യൻ, തന്റെ ജീവിതത്തിന്റെ 3/4 എന്നല്ല 100% പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച ഒരാൾ. അദ്ദേഹത്തിന്റെ കത്തിൽ തന്നെ പറയുന്നുണ്ട്, പഠനകാലത്തിന് ശേഷം അദ്ദേഹത്തിന് SI സെലക്ഷൻ കിട്ടി, പക്ഷെ അതിന് പോകാൻ കഴിഞ്ഞില്ല. അതിൽ തന്നെ പാർട്ടി ഇടപെട്ടു. പിന്നീട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആക്കി, പിന്നീട് പ്രസിഡന്റായി. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ജീവിതയാത്ര എല്ലാം കോൺഗ്രസുമായി ബന്ധപ്പെടുത്തിയാണ്, രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹത്തിന്റെ ജീവിതയാത്ര പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ നേരത്തെ അപർണ ചോദിച്ചു, എന്താ സൊല്യൂഷൻ ആയില്ലേ? അതായത് കുടുംബം ഇതിന് പരിഹാരം, ഇതിന് ഇനിയൊന്നും പറയുന്നില്ല എന്ന് വന്നതോടുകൂടി ഇതെല്ലാം പരിഹരിക്കപ്പെട്ടില്ലേ, ഇനി രാഷ്ട്രീയം മാത്രമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ NM വിജയൻ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനെ, ആ പേരക്കുട്ടികളുടെ മുത്തച്ഛന് തിരിച്ചു കൊടുക്കാൻ കോൺഗ്രസിന് ഇപ്പൊ സാധിക്കും. ആ മക്കൾക്ക് അച്ഛന് തിരിച്ചു കൊടുക്കാൻ ഈ കോൺഗ്രസിന് ഇനി സാധിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ രഹസ്യമാക്കി വെച്ചതായിരുന്നില്ല. അദ്ദേഹം പറയേണ്ട നേതാക്കളോട് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. DCC പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട്, IC ബാലകൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട്, KPCC നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എനിക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് നിരന്തരം പാർട്ടി നേതാക്കളോട് നിരന്തരം പറഞ്ഞും പരാതി പറഞ്ഞും സങ്കടപ്പെട്ടും കാലു പിടിച്ചും ഒക്കെ ഒരു മനുഷ്യൻ പറ്റാവുന്ന വഴികളൊക്കെ നോക്കിയിട്ടും അദ്ദേഹത്തെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ പാർട്ടി നേതാക്കന്മാർ ഇടപെട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ടോ അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്താ പറയുന്നത്? എന്റെ മരണത്തിന് ശേഷം ഉടനെ നിങ്ങൾ ഇത് മാധ്യമങ്ങൾക്ക് കൊടുക്കണമെന്നല്ല, ഉടനെ നിങ്ങൾ പത്രസമ്മേളനം വിളിച്ചതെല്ലാം വിളിച്ചു പറയണമെന്നല്ല. അദ്ദേഹം മരിക്കുമ്പോ പോലും പറയുന്നു, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും മരിക്കുന്ന ആളെ സംബന്ധിച്ച് അദ്ദേഹം അത് ആലോചിക്കേണ്ടതില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തത, രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മാന്യതയിൽ അദ്ദേഹം പറഞ്ഞു, 10 ദിവസം നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾക്ക് നേതാക്കൾക്ക് കൊടുക്കണം. നേതാക്കൾ എന്റെ മരണത്തോടുകൂടി ഞാൻ പറഞ്ഞതെല്ലാം അവർക്ക് ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ അവർ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. ആ പരിഹാരം കാണുന്നതോടുകൂടി മക്കളെ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എന്ന് വിശ്വസിച്ച ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞു, നിങ്ങൾ 10 ദിവസം കാത്തിരിക്കണം. ആ 10 ദിവസം ആ കുടുംബം കാത്തിരുന്നു. സഞ്ജയ് ഇന്നത്തിന്റെ പിറ്റേ ദിവസം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് അടുത്ത് പോയി ഇവർ സങ്കടം പറയാൻ പോയി. ഇവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു, കത്ത് വായിച്ചു കേൾപ്പിച്ചതിന് ശേഷം അതിൽ ഇടപെടാൻ അദ്ദേഹം തയ്യാറായില്ല. KPCC പ്രസിഡന്റിന് കത്ത് കൊടുത്തു. അദ്ദേഹം പറഞ്ഞ ആ കത്ത് വായിച്ചു നോക്കിയിട്ട് പോലുമില്ല എന്ന് പറഞ്ഞു. പിന്നെ കുടുംബം പറഞ്ഞു, ഞങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ആ കത്ത് വായിച്ചതെന്ന് പറഞ്ഞു. പിന്നീട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, എന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ്. കേരളത്തിന്റെ ഒരു പ്രതിപക്ഷ നേതാവിനെ, അച്ഛനെ നഷ്ടപ്പെട്ട ഒരു മകൻ, അദ്ദേഹം ചാനലുകളിൽ സംസാരിക്കുന്ന നമ്മൾ കണ്ടതാണ്. അദ്ദേഹം വളരെ സാധുവായ ഒരു ചെറുപ്പക്കാരനാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ മനസ്സിലാകും. അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ ഭീഷണിപ്പെടുത്തി, എന്റെ അടുത്തൊന്നും ആ ഭീഷണി നടക്കില്ല എന്ന് ആരോടായി പറയുന്നത്? ഒരു മനുഷ്യായുസ് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച, അവസാന ശ്വാസം പോലും പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച ഒരു മനുഷ്യന്റെ മകനോടാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്, ഭീഷണിയൊന്നും എന്റെ അടുത്ത് വേണ്ട,
എന്നൊക്കെ അദ്ദേഹം ചാനലുകളിൽ വന്നിരുന്ന് പിന്നെ ചാനലുകളുടെ മുമ്പിൽ മൈക്കിന് മുമ്പിൽ നിന്ന് പറയുന്ന സാഹചര്യം ഷാനിബ് അപ്പോഴും ഈ വിഷയം ഷാനിബ് ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ പോലും അവസാനിക്കും. ഇതൊരു പരിഹാരം വേണം ആ കുടുംബത്തിന് എന്നുള്ളതിൽ നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഷാനിബ് അടക്കം പറയുന്ന ഒരു വിഷയമുണ്ടല്ലോ, അത് ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങാനും അല്ലെങ്കിൽ അകത്തൊക്കെ നിന്ന് പറയുന്ന ആ വിഷയം ഇനി അഭിസംബോധന ചെയ്യപ്പെടില്ല. ഞാൻ പറയുന്നത് ഈ പാർട്ടിക്കകത്ത് ഇതുപോലെ ഒരുപാട് ചെറുപ്പക്കാർ അവരുടെ ജീവിതം, അവർക്ക് കേസുകൾ വന്ന് അവർക്ക് പിന്നെ ലാത്തിചാർജിൽ പരിക്കേറ്റ് ഒരു KSUവിന്റെ സഹോദരിക്ക് ലാത്തിചാർജിൽ പരിക്കേറ്റ് അവർ പിന്നെ ആശുപത്രി കിടക്കുമ്പോൾ അവരുടെ പ്രതികരണം വന്നു. എന്നെ തിരിഞ്ഞു നോക്കിയില്ല. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ നേതാക്കൾ വന്നു, പിന്നെ എന്നെ തിരിഞ്ഞു നോക്കിയില്ല. അവരുടെ ജീവിതം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച ആളുകൾക്ക് കേസും കൂട്ടവുമായി അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ മുഴുവൻ ആരോഗ്യവും ചോർത്തിയെടുത്തതിനു ശേഷം അവരെ ചണ്ടികളാക്കി വലിച്ചെറിയുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ പോലും വിശ്വസിച്ച് നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളും കൂടെ നിർത്തി എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കാൻ ഒരാളുമില്ലാത്ത തരത്തിൽ ഈ പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഒരു രാധാകൃഷ്ണന് പണം തിരിച്ചു കൊടുത്തു എന്ന് ഇവിടെ പറഞ്ഞല്ലോ എന്ന്. എങ്ങനെയാ പണം തിരിച്ചു കൊടുത്തത്? ഈ പാർട്ടിക്ക് വേണ്ടി ബാങ്കിന്റെ ഭരണസമിതി പിടിക്കുന്നതിന് വേണ്ടി 30 ലക്ഷത്തോളം രൂപ അദ്ദേഹം ചെലവഴിച്ച് അദ്ദേഹത്തിന് ബാധ്യത വന്നു. ആ ബാധ്യത പിന്നെ തിരിച്ച് അടയ്ക്കുന്നതിന് വേണ്ടി പല ആളുകൾക്കും പണം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി രാധാകൃഷ്ണന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചു. എന്നിട്ട് ആ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആധാരം പണയപ്പെടുത്തി അദ്ദേഹം ചെക്ക് കൊടുത്ത് അങ്ങനെ അദ്ദേഹത്തിന്റെ പിന്നെ പാർട്ടിയുടെ പേരിൽ വന്ന കടം വീട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ഒറ്റയ്ക്ക് കടക്കാരനാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് പറയാണ് ആ കടം ഒക്കെ വീട്ടി, മറ്റേ കടം വീട്ടി എന്ന് പറയാണ്. എങ്ങനെയാണ് ഷംഷാദിനെ പോലെയുള്ള സമയപരിമിതി കൊണ്ട് ഞാൻ ഷംഷാദിലേക്ക് വരാം.